സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 242 പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് വിമാനത്താവളത്തിൽ തൊട്ടരികെ തന്നെ തകർന്നു വീണതും 241 പേർക്ക് മരണം സംഭവിച്ചതും. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, ഒരുപക്ഷേ ഇന്ത്യ മുഴുവൻ നടുങ്ങി നിൽക്കുന്നൊരു അവസരമാണ്. ഒരുപാട് വിദേശ പൗരന്മാരും ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ മരണവാർത്ത എറിഞ്ഞു ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളും വിറങ്ങലിച്ച ഭീതിയോടെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോകമാകെ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളും ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഈ ഒരു ദുരന്ത സമയത്ത് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് രാഷ്ട്രങ്ങൾ പറയുകയാണ്. അമേരിക്ക ഇന്ത്യയിലേക്ക് ഒരു വിദഗ്ധ സംഘത്തെ തന്നെ അയക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇന്ത്യൻ അതോറിറ്റീസുമായി ചർച്ച നടത്തി ഈ അന്വേഷണത്തിൽ സഹായിക്കാം എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ബോയിങ് കമ്പനിയും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എയർക്രാഫ്റ്റ് സാധാരണ അപകടങ്ങളിൽ പെടില്ല എന്ന് അവർ പറയുന്ന ശ്രേണിയിൽപ്പെട്ട ഒരു എയർക്രാഫ്റ്റാണ് ഇന്ന് ഒരു വലിയ ദുരന്തത്തിൽ നാമാവശേഷമായത്. അത് ആ കമ്പനിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അന്വേഷണത്തിന് ബോയിങ് തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങളാകെ അനുശോചനം അറിയിക്കുകയാണ്. ബ്രിട്ടൻ അവരുടെ 52 പൗരന്മാരെ നഷ്ടമായ ഒരു വിവരം അതിൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. നടുക്കത്തോടെയാണ് ബ്രിട്ടീഷ് ജനത ഇക്കാര്യങ്ങൾ അറിയുന്നത് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചത്. അവരും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷണത്തിൽ എന്ത് തരം സഹായവും നൽകാൻ തയ്യാറാണ് എന്ന വാഗ്ദാനം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വാർത്ത ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഈ വിമാനം പറന്നുയർന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അതൊരു അഗ്നിഗോളമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് വന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് നമുക്ക് നൽകാൻ കഴിയില്ല. തന്നെയല്ല, നമുക്ക് ഒരു തവണ പോലും അതിലേക്ക് നോക്കാൻ കഴിയില്ല. ആ ആക്സിഡൻറ്റ് സൈറ്റിൽ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളായിരുന്നു നമ്മൾ കണ്ടത് മുഴുവൻ. പക്ഷേ ആ അപകടത്തിൽ ഒരാൾ സർവൈവ് ചെയ്തു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഈ വലിയ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴും ആശ്വാസത്തിൻ്റെ ഒരു കണിക അത് മാത്രമാണ്. ആ രക്ഷപ്പെട്ട ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ, അദ്ദേഹത്തിന് എമർജൻസി എക്സിറ്റിലൂടെ പുറത്തു കടക്കാൻ കഴിഞ്ഞു. പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, ഈ വിമാനം റൺവേയിൽ നിന്ന് ഉയർന്ന് 30 സെക്കൻഡിനുള്ളിൽ, അരമിനിറ്റിനുള്ളിൽ അത് അപകടത്തിൽപ്പെട്ടു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനില്ല. എൻ്റെ ചുറ്റും മൃതദേഹങ്ങളായിരുന്നു. ഞാൻ അതിന് പുറത്തേക്ക് ചാടി. എമർജൻസി എക്സിറ്റിലൂടെയാണ് അദ്ദേഹം പുറത്ത് ചാടിയത്. അദ്ദേഹം ഇരുന്നത് 11A എന്ന സീറ്റ് നമ്പറിലാണ്. ക്ഷമിക്കണം, ആ 11A എന്നത് എമർജൻസി എക്സിറ്റിന് തൊട്ടടുത്തുള്ള സീറ്റായിരുന്നു. അദ്ദേഹത്തിന് അതിലൂടെ പുറത്ത് കടക്കാൻ കഴിഞ്ഞു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹം നേരത്തെ ഈ അപകടത്തിൽ മുഴുവൻ ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം ആ പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ തിരുത്തി ഒരാൾ ജീവനോടെ ഉണ്ട് എന്ന് നമ്മളെ അറിയിച്ചത്. അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചു വന്നാൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അന്വേഷണ സംഘങ്ങൾക്ക്, ഏജൻസികൾക്ക് ശേഖരിക്കാൻ കഴിയുമെന്നത് ഒരു ചെറിയ ആശ്വാസമാണ്. ഈ ഘട്ടത്തിൽ ആ വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റ റെക്കോർഡേഴ്സ് വീണ്ടെടുത്തു എന്ന വിവരം ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. അത് അന്വേഷണത്തിൽ നിർണായകമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രഖ്യാപിച്ച അന്വേഷണം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അവർക്കും ഈ വിവരങ്ങൾ നിർണായകമാണ്. ലോകം നടുങ്ങിയ, രാജ്യം മരവിച്ച് നിൽക്കുന്ന ഒരു ദുരന്ത ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിവരങ്ങൾ വരാനുണ്ട്. അന്വേഷണം നടക്കട്ടെ. ഓക്കെ, താങ്ക് യു വിജയകുമാർ. 241 പേരുടെ ജീവനാണ് ഈ വിമാനാപകടത്തിൽ മൂലം നഷ്ടമായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഈ വിമാനാപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ്.